ഞാനിന്ന് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ജേർണി കംപ്ലീറ്റ് ചെയ്തിട്ടാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് ഡണറ്റ് ഹെഡ് വ്യൂ പോയിന്റിലാണ്. ഡണറ്റ് ഹെഡ് വ്യൂ പോയിന്റ് ആണ് ഗ്രേറ്റ് ബ്രിട്ടന്റെ ഏറ്റവും നോർദേർലി ലൊക്കേഷൻ. അപ്പം സ്കോട്ട്ലൻഡിന്റെ NC 500 നമ്മൾ യാത്ര ചെയ്ത് സ്കോട്ട്ലൻഡിന്റെ ഏറ്റവും നോർത്ത് എൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് നോർദേർലി വ്യൂ പോയിന്റ്. ഇനി അങ്ങോട്ട് പോകാനില്ല, ഇനി അങ്ങോട്ട് കടലാണ്. ഇംഗ്ലണ്ടിലെ കോൺവോളിലാണ് നമുക്ക് ലാൻഡ്സെന്റ് എന്നറിയപ്പെടുന്നത്. അത് സൗത്ത് വെസ്റ്റ് വ്യൂ പോയിന്റ് ആണ്. അവിടെ നിന്ന് നമ്മൾ ഡ്രൈവ് ചെയ്ത് നോർത്ത് ഈസ്റ്റിൽ എത്തുന്നതാണ് ജോൺ ഓഫ് ഗ്രോഡ്സ്. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ സെർച്ച് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടപ്പോഴാണ് ഈ സ്ഥലത്തെ പറ്റി അറിഞ്ഞത്. ഡണറ്റ് ഹെഡ് ആണ് ഏറ്റവും നോർദേർലി പോയിന്റ്. ഇതിനപ്പുറത്തേക്ക് നമുക്ക് റോഡില്ല. അപ്പോൾ വരുന്ന വഴി ഒരു ചെറിയ മഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് മിക്കവാറും കുളമാകുമെന്ന്. പക്ഷേ പ്രശ്നമില്ല, ചെറിയൊരു ചാറ്റൽ മഴയായിരുന്നു, അത് നിന്നു. ഇവിടെ കാർ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഒരു സൂപ്പർബ് ലൈറ്റ് ഹൗസ് ഉണ്ട്, അവിടെ നമുക്ക് പോയി വീഡിയോസ് ഒക്കെ എടുക്കാം. അപ്പം ഞാൻ NC 500 എവിടെയാണ് തീരുന്നതെന്നുള്ള നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഹൈലാൻഡിലെ കെയ്ത്ത്നസ് എന്ന് പറയുന്ന കൗണ്ടിയാണ്. കെയ്ത്ത്നസിലെ തഴ്സോ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് ഈ ഡണറ്റ് ഹെഡ്. അപ്പം ഞങ്ങൾ ഈ ആഴ്ച താമസിക്കാനായിട്ട് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന വിക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ അക്കോമഡേഷൻ എടുത്തത്. NC 500 വരുന്നവരെല്ലാവരും സാധാരണ ചെയ്യുന്നത് ജോൺ ഓഫ് ഗ്രോഡ്സ് വന്നിട്ട് അവിടെ നിന്ന് നേരെ തിരിച്ച് പോവുകയാണ് ചെയ്യുന്നത്. എന്നാൽ ബ്രിട്ടന്റെ എൻഡ് എന്ന് പറയുന്നത് ഡണറ്റ് ഹെഡ് ആണ്. അതുകൊണ്ട് നമ്മളൊരു സ്ഥലത്തൊക്കെ പോകുമ്പോഴത്തേക്കും ആ സ്ഥലത്തെപ്പറ്റി നന്നായിട്ട് നമ്മൾ തന്നെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ റോഡിലൂടെയാണ് നമ്മൾ ഡണറ്റ് ഹെഡിലേക്ക് എത്തിയത്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഒത്തിരി റിമോട്ട് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കെയ്ത്ത്നസ് എന്ന ഈ കൗണ്ടിയെ പറ്റിയും തഴ്സോയെ പറ്റിയും കുറച്ചുകൂടെ റിസർച്ച് ചെയ്തപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ട് കൂടി കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പം വേൾഡ് വാറിൻ്റെ സമയത്ത് ഈ സ്ഥലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിട്ടീഷ് ഫോഴ്സിന് ഒരു ബേസ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. കാരണം ഇവിടെ നിന്ന് ഷെറ്റ്ലൻഡ് അതുപോലെ തന്നെ ഓർക്കണി ഐലൻഡുകളിലേക്ക് എത്താനായിട്ട് വേഗം കഴിയും. അപ്പോൾ അവർക്ക് യുദ്ധത്തിന് ഒരുപാട് ഈ സ്ഥലം സഹായിച്ചിരുന്നു. കെയ്ത്ത്നസിനെ പറ്റി കുറച്ചുകൂടെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഈ സ്ഥലത്ത് ഡൂൺട്രി എന്ന് പറഞ്ഞൊരു പ്ലേസ് കൂടിയുണ്ട്. അവിടെ 1954 ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആരംഭിച്ചായിരുന്നു. അത് കുറേ വർഷം പ്രവർത്തിച്ചിരുന്നു. ഇപ്പോൾ അത് പ്രവർത്തനരഹിതമാണ്. അപ്പോൾ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു ഈ കെയ്ത്ത്നസും തഴ്സോയും ഒക്കെ. UK ഒട്ടുമിക്ക ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുടെ റിസർച്ചിൻ്റെ എൻഡ് എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡ് എന്ന രാജ്യത്തെ സംബന്ധിച്ചിട്ടുള്ളതായിരിക്കും. അതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ഈ രാജ്യം ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ റിസോഴ്സസ് ഉള്ള ഒരു രാജ്യം കൂടിയാണ് സ്കോട്ട്ലൻഡ്. ഇവിടെ നമുക്ക് പാർക്കിംഗ് സൗകര്യമുണ്ട്. 1 മണിക്കൂർ വരെ വാഹനം ഫ്രീ ആയിട്ടിടാം. അപ്പോൾ ഡണറ്റ് ഹെഡ് എന്ന് പറയുന്ന ഒരു നേച്ചർ റിസർവ് അതുപോലെ തന്നെ ഒരു പക്ഷി സങ്കേതം കൂടിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ കടലിന് മുകളിൽ കൂടെ നമുക്കൊരു 360 ഡിഗ്രിയിൽ മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ കഴിയുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ ഒരു ടെറൈൻ എന്ന് പറയുന്നത് ശരിക്കും ഒരു റഗിഡ് പെനിൻസുല ആയിരിക്കും ഈ ലൊക്കേഷൻ എന്ന് പറയുന്നത്. അമ്മാതിരി ലുക്ക് തന്നെയാണ് ഇതിനുള്ളത്. അപ്പോൾ ഈ ഡണറ്റ് ഹെഡ് സീബേർഡ് സാങ്ച്വറിയിൽ കാണപ്പെടുന്ന പക്ഷികളെന്ന് പറയുന്നത് പഫിൻസ്, റേസർ ബില്ലുകൾ, ഗില്ലി മോട്സ്, ഫുൾ മാർസ്, കിറ്റി വേക്സ് എന്നിങ്ങനെ പറയുന്ന കുറേ പക്ഷികളുടെ ഒരു ആവാസ സങ്കേതം തന്നെയാണ് ഈ കോസ്റ്റൽ ഏരിയ. അതുപോലെ തന്നെ ഈ ഏരിയയിൽ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പ്ലാന്റ്സും ഉണ്ട്. അപ്പം നമുക്കിനി ആ മനോഹരമായ ഡണറ്റ് ഹെഡ് എന്നുള്ള ഒരു മോണുമെന്റ് കാണാം. ഇവിടെ വരുമ്പോൾ തന്നെ കാണാം, ഇവിടെ കല്ലിൽ കൊത്തിവെച്ചിട്ട് ഒരു സംഭവമുണ്ട്. ഡണറ്റ് ഹെഡ് മോസ്റ്റ് നോർത്തേർലി പോയിന്റ് ഓഫ് മെയിൻലാൻഡ് ബ്രിട്ടൻ. വെൽക്കം. അതുപോലെ തന്നെ നമ്മളിനിയും തൊട്ടടുത്ത് തന്നെ ഡണറ്റ് ലൈറ്റ് ഹൗസ് ഉണ്ട്. അപ്പം ലൈറ്റ് ഹൗസ് കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഫീലാണ് അല്ലേ. എല്ലാവർക്കും ലൈറ്റ് ഹൗസ് ഇഷ്ടമാണ്, പ്രത്യേകിച്ച് യാത്ര ചെയ്യുന്നവർക്ക്. അപ്പം ഇവിടെ മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്, നമുക്ക് അതും കാണാം. അപ്പം എൻ്റെ പുറയിൽ കാണുന്നത് നോർത്ത് സീ ആണ്. കുറച്ചങ്ങോട്ട് മാറി നോർത്ത് അറ്റ്ലാന്റിക് ഓഷനും കൂടെയാണ്. അതുപോലെ തന്നെ നോർവീജിയൻ സീയും കുറേ മാറി കഴിയുമ്പോഴുണ്ട്. ഈ ലൈറ്റ് ഹൗസിൻ്റെ അങ്ങോട്ട് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇത് മിക്ക രാജ്യങ്ങളിലും നമ്മൾ ചെല്ലുമ്പോൾ ഇത് തന്നെയാണ്. ഈ ലൈറ്റ് ഹൗസിലോട്ട് നമുക്ക് പബ്ലിക്കിന് പ്രവേശനം കാണത്തില്ല കേട്ടോ. അത് സെക്യൂരിറ്റി റീസൺസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഈ സ്ഥലം കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വന്ന് 2 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിൽ പോയപ്പോൾ എൻ്റെ ഇൻലോസ് എന്നെ ഒരു അടിപൊളി സ്ഥലം കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി. ആ സ്ഥലത്തിൻ്റെ പേരായിരുന്നു ഹൗത്ത്. ഹൗത്തിൽ നിങ്ങൾ പലരും പോയിട്ടുണ്ടാവും അല്ലേ. അവിടെ ഇതിലും മനോഹരമായ ഒരു ക്ലിഫും ലൈറ്റ് ഹൗസും ഒക്കെ ചേർന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. ഇതൊരു നല്ല കാഴ്ചയായി പോയി. സൺസെറ്റിന് മുമ്പുള്ള ഒരു ലൈറ്റ് വന്നിട്ട് ഓഷനിൽ നിന്നുള്ള ആ റിഫ്ലക്ഷൻ നല്ല രസമുണ്ട് കാണാനായിട്ട്. സ്കോട്ട്ലൻഡിൽ ഏകദേശം 700-ലധികം ഐലൻഡുകളുണ്ട്, ചെറുതും വലുതുമായിട്ട്. അപ്പോൾ ഈ
നമ്മുടെ നോർത്തിൽ വന്നു കഴിയുമ്പോൾ ഒന്ന് കുറച്ച് മൈൽ പോയി കഴിഞ്ഞാൽ ഷെറ്റ്ലൻഡ് ഓർക്നി ഐലൻഡുകളിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പം ലൈറ്റ് ഹൗസും കണ്ടു, ഇവിടെ നിന്നൊരു വീഡിയോയും കൂടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് എന്താ പറയുന്നത്, നമുക്ക് എനർജിയും ആരോഗ്യവും ഒക്കെ ഉള്ളപ്പോഴേ ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റുള്ളൂ. ഒരുപാട് ഏജ് ആയി കഴിഞ്ഞിട്ട് പിന്നെ ഡ്രൈവ് ചെയ്ത് ഇങ്ങനെയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ആരോഗ്യമൊക്കെ ഉള്ളപ്പം ഇതൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണുക.